നല്ലൊരു ഹൗസ് വാമിങ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കും. അപ്പം നമുക്ക് എന്താണ് നല്ല കുറേ റെസ്പോൺസസ്, കുറേ റിവ്യൂസ് ഒക്കെ കിട്ടി. നമ്മുടെ ഗൂഗിൾ റേറ്റിംഗ് തന്നെ ഇന്ന് 4.9 ആയി. അപ്പോൾ സർ, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളാണല്ലോ ഇന്ന് ഇവിടെ ഈ ഒരു സക്സസിൻ്റെ ബിഹൈൻഡ് പീപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹൗ ഡു യു ഫീൽ? എന്താ തോന്നുന്നത്? നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം 1 വർഷം എടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ 1 വർഷം ഉള്ള കഷ്ടപ്പാടിൻ്റെ വളരെയധികം ഒരു സന്തോഷം ഇന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് ക്ലയൻസിനും ഒത്തിരി സന്തോഷമായി, വന്ന് കണ്ട എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എൻ്റെ കൂടെ സ്റ്റാഫ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അവരെന്നോട് എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും തന്നെയാണ് ഒരുപാട് സഹകരിച്ചു. ഇന്നാണെങ്കിലും ഒത്തിരി സഹകരിച്ചു. ഇന്നത്തെ ദിവസം വളരെ ഭംഗിയാക്കി. കൊള്ളാം, നന്നായിരുന്നു. ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ടു. അതെ, അടിപൊളിയായിരുന്നു. For me, e-project or any other project, detailing dedication remains the same. That's all. For all projects, it's the same detailing, same dedication. സാർ പറഞ്ഞ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഇഞ്ചിലും ഓരോ കോർണറിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ ആൻഡ് ഡീറ്റെയിലിംഗ്, അതിനൊരു ഹാറ്റ്സ് ഓഫ് തന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നണിയിലുള്ള ആളാണ് ഇദ്ദേഹം എന്ന് സാർ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി എന്താ സംശയം? എല്ലാവരും പറഞ്ഞു, ലൈറ്റിംഗ് ആയാലും എല്ലാ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അപ്പം അത് ഒരു പേഴ്സണൽ വിന്നായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താ തോന്നുന്നത്? എന്നെ സംബന്ധിച്ച് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഞാനാണ്. A to Z ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഉദ്ദേശം അനുസരിച്ച് മാറ്റി ഞാനാണ് ഡിസൈൻ ചെയ്തത്. പക്ഷേ അത് ഇങ്ങനെ സാധ്യമായത് ക്ലയൻറ്റ് എനിക്ക് അത്ര ഫ്രീഡം തന്നു. അപ്പോൾ അതനുസരിച്ച് സാർ ഞാൻ ഇത് വെച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നീ വെച്ചോടോ, കുഴപ്പമില്ല, ഓക്കെ, ആ ഒരു ഫ്ലോ എനിക്ക് കിട്ടി. ഒന്നിനൊരു നോ പറയുന്ന സാറില്ല. സാറിന് ഇതാണ് ഒരു വീടിനൊരു തീമുണ്ട്, ആ ഒരു തീം വേണം. ആ തീം തന്നെ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. വേറെ ഒരിടത്തും വേറൊരു എക്സ്ട്രാ ആയിട്ട് വെച്ചാൽ മുഴിച്ചിരിക്കുക അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരു തീമായിട്ടാണ്. പിന്നെ എല്ലാം ഡീറ്റെയിലിംഗ് മാക്സിമം ചെയ്യും. നമ്മളിത് ഡിസൈനിൽ തന്നെ ഇതിപ്പോൾ എന്തൊക്കെയുണ്ട്, കിച്ചൺ നോക്കിയാൽ എന്തൊക്കെയുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് എല്ലാം പക്കയായിട്ട് കൊടുത്തിട്ടാണ് പിന്നീട് വർക്ക് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ച് ഞങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. സോ ഇപ്പം ഇവർ മൂന്നുപേരും പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡീറ്റെയിലിംഗ് ചെയ്ത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ വേർഡ്സിൻ്റെയും കറക്റ്റ് ഫലം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ബിക്കോസ് വന്നവരും കണ്ടവരും എല്ലാവരും ഒരേ വോയിസ് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അടിപൊളി ഹൗസ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു എലഗൻറ്റ്, നല്ലൊരു അടിപൊളി മോഡുലാർ ഫാഷൻ ലുക്കാണ് വരുന്നതെന്ന്. സോ എല്ലാവർക്കും നിങ്ങളുടെ ഒരു വിന്നായിട്ട് തടുക്കുക. ആൻഡ് അടിപൊളി നിങ്ങളുടെ ഒരു ജേർണിയിലൊരു ഒരു നാഴിക കല്ല് പോലെ ഇരിക്കട്ടെ. ആൻഡ് നമുക്കിനി മോർ ആൻഡ് മോർ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വിഷസ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്നും വന്നു കണ്ട എല്ലാവരും നിങ്ങളടുത്ത് പറയാൻ പറഞ്ഞത് അറിയിക്കുകയാണ്. സോ good luck for your future.